US ഗാസ വെടിനിർത്തൽ പദ്ധതിയാണ് ചർച്ചയാകുന്നത്. പദ്ധതിയിൽ ഭേദഗതികൾ വരുത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ മധ്യസ്ഥരിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് ഹമാസ് ഞായറാഴ്ച പറഞ്ഞു. ഒരു വെടിനിർത്തൽ കരാറിന് തൊട്ടടുത്താണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് നിഷേധിച്ച് ഹമാസ് എത്തിയത്. മധ്യസ്ഥരിൽ നിന്ന് ഹമാസിന് പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ മാസം 9-ന് ഹമാസ് നേതാക്കൾക്ക് നേരെ ദോഹയിൽ നടന്ന വധശ്രമത്തിന് ശേഷം ചർച്ചകൾ നിർത്തിവച്ചിരിക്കുകയാണ്. പലസ്തീനിലെ ജനങ്ങളുടെ ദേശീയ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏതൊരു നിർദ്ദേശവും പോസിറ്റീവായും ഉത്തരവാദിത്തത്തോടെയും പരിഗണിക്കാൻ സന്നദ്ധമാണെന്ന് ഹമാസ് പറഞ്ഞു. ഈജിപ്റ്റ്, ഖത്തർ, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ 21-ന് അമേരിക്കൻ പദ്ധതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് ഖത്തറി പത്രമായ അൽ അറബി അൽ ജദീദിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കൽ, ഗാസയുടെ അതിർത്തികളിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കൽ, പലസ്തീൻ അതോറിറ്റിയുടെ പങ്കാളിത്തത്തോടെയുള്ള ഭരണകൂടം എന്നിവ ഭേദഗതികളിൽ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കേണ്ടി വരുമെന്നും എന്നാൽ പൂർണ്ണമായും നിരായുധീകരിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗാസ ഭരണകൂടം പലസ്തീനായി തുടരും. ഗാസയോ വെസ്റ്റ് ബാങ്കോ പിടിച്ചെടുക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ലെന്ന് ട്രംപ് അറബ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഭേദഗതി ചെയ്ത പദ്ധതി തിങ്കളാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തലിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനുള്ള ഒരു കരാറാണ് ട്രംപ് തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ കരാർ നിലവിൽ വന്ന് 72 മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് US. ഹമാസിനെ ഗസയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും അവ്യക്തത നിലനിൽക്കുന്നതിൻ്റെ ആശങ്കയിലാണ് ഇസ്രായേൽ എന്നാണ് വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഹമാസ് യഥാർത്ഥത്തിൽ ആയുധശേഖരം ഉപേക്ഷിക്കാൻ സാധ്യതയില്ലെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നു. അതിനാൽ പദ്ധതി പര്യാപ്തമല്ലെന്ന് പറഞ്ഞ് നിരസിക്കുക, അല്ലെങ്കിൽ ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ അത് സ്വീകരിക്കുക, ഇതിലേതെങ്കിലും ഇസ്രായേലിനെ സ്വീകരിക്കേണ്ടി വരും. ഹമാസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പുതിയ പോരാട്ടത്തിലേക്ക് അത് നയിച്ചേക്കുമെന്നും വൈനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിൻ്റെ എല്ലാ ആക്രമണ ആയുധങ്ങളും നശിപ്പിക്കുന്നതും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സമാധാനപരമായ സഹവർത്തിത്വത്തിന് പ്രതിജ്ഞയെടുക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകുമെന്നും രാജ്യം വിടാൻ തീരുമാനിക്കുന്നവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ അവസരം നൽകുമെന്നും US പദ്ധതിയുടെ പകർപ്പ് ധരിച്ച് പത്രം പറഞ്ഞു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ യുദ്ധം പൂർണ്ണമായി നിർത്തലാക്കുക, യുദ്ധരേഖകൾ മരവിപ്പിക്കുക, ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും 24 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കുക എന്നിവയാണ് ആവശ്യപ്പെടുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന 280 തടവുകാരെയും അറസ്റ്റ് ചെയ്ത 1700 ഗാസക്കാരെ മോചിപ്പിക്കും. മരിച്ച ഓരോ ബന്ദിയും തിരിച്ചെത്തിയാൽ ഇസ്രായേൽ 15 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.